ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ 200 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത രണ്ടാമത്തെ സിനിമയെ തുടരും എന്ന സിനിമയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ, റെക്കോർഡുകളാണല്ലോ ലാലേട്ടൻ നേടിയെടുത്തത്. പുതുതായിട്ടും ഒരു റെക്കോർഡ് കൂടി സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ആ നേട്ടത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ മെയ് മാസം ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസായ തുടരും ഈ വർഷത്തിലെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും അധികം ആളുകൾ കണ്ടുകഴിഞ്ഞ റെക്കോർഡ് വ്യൂ കൗണ്ട് നേടിയെടുത്ത സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 8.6 മില്യൺ വ്യൂ കൗണ്ടാണ് സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ നേടിയെടുത്തത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു വ്യൂ കൗണ്ടാണ് സിനിമ നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആണെങ്കിലും മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണെങ്കിലും നിരവധി മലയാളം സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. അവയിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട സിനിമയായിട്ട് ലാലേട്ടൻ സിനിമ തുടരും മാറിക്കഴിയുമ്പോൾ ലാലേട്ടന്റെ ഒരു മാർക്കറ്റ് വാല്യൂ വീണ്ടും ഒരിക്കൽ കൂടി OTTയിൽ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല പ്രമുഖ താരങ്ങളുടെയും സിനിമകൾ OTTക്കാർ എടുക്കാത്ത സമയത്തും ലാലേട്ടൻ സിനിമകൾ എപ്പോഴും ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ഈ വർഷം തന്നെ ബറോസ്, എമ്പുരാൻ എന്നീ സിനിമകൾ OTTയിൽ സ്ട്രീം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുടരും OTT റിലീസ് ആകുന്നതും ഇപ്പോഴത്തെ ഈ റെക്കോർഡ് നേടിയെടുക്കുന്നതും. ഇനി ഈ വീഡിയോയിലൂടെ ഈ വർഷം ഏറ്റവും അധികം ആളുകൾ OTTയിൽ കണ്ട ഇന്ത്യൻ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ 5ാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടൻ സിനിമ ഉണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആദ്യ സ്ഥാനത്ത് അക്ഷയ് കുമാർ നായകനെത്തിയ കേസരി ചാപ്റ്റർ 2 ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായ സിനിമ 15.1 മില്യൺ വ്യൂവേഴ്സ് ആണ് നേടിയെടുത്തത്. അപ്പോൾ നിലവിൽ ഈ വർഷം ഏറ്റവും അധികം ആളുകൾ കണ്ട ഇന്ത്യൻ സിനിമയായിട്ട് OTTയിൽ കേസരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി 2ാം സ്ഥാനത്തുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് തമിഴ് സിനിമയാണ്, ടൂറിസ്റ്റ് ഫാമിലിയാണ്. ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കൂടി ഈ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായപ്പോൾ 13.1 മില്യൺ വ്യൂ കൗണ്ട് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് മറ്റൊരു തമിഴ് സിനിമ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയാണ്. 9.6 മില്യൺ വ്യൂ കൗണ്ടാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായപ്പോൾ ഈ തമിഴ് സിനിമ നേടിയെടുത്തത്. 4ാം സ്ഥാനത്ത് ഒരു തെലുഗു സിനിമയാണ്, നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയാണ്. ഹിറ്റ് 3 എന്ന നാനി നായകനെത്തിയ സിനിമയാണത്. 9 മില്യൺ വ്യൂ കൗണ്ടാണ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. ഹിറ്റ് 3ക്ക് തൊട്ട് പിന്നിൽ 5ാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ നമ്മുടെ തുടരും എന്ന സിനിമ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. 8.6 മില്യൺ വ്യൂ കൗണ്ടാണ് തുടരും ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഒരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ തഗ് ലൈഫ് നേരത്തെ തിയേറ്ററുകളിലെ വൻ ദുരന്തമായ സിനിമയാണല്ലോ. കഴിഞ്ഞ ആഴ്ച സിനിമ നെറ്റ്ഫ്ലിക്സിൽ പാനത്തൻ ഭാഷകളിൽ OTT റിലീസ് ആയിരുന്നു. സിനിമയുടെ OTT റെസ്പോൺസ്, നെറ്റ്ഫ്ലിക്സിന്റെ വ്യൂ കൗണ്ട് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ഒട്ടും മികച്ച അഭിപ്രായങ്ങളല്ല OTTയിൽ ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ OTTയിൽ തരംഗമാകാനായിട്ടും ശ്രമിക്കായിട്ടില്ല എന്നൊരു വിവരമാണ് വന്നിരിക്കുന്നത്. തിയേറ്റർ റിലീസിന് മുന്നേ 100 കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് എടുത്തു എന്ന് പറയപ്പെടുന്ന സിനിമ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2.4 മില്യൺ ആളുകളാണ് OTT പ്ലാറ്റ്ഫോമിലൂടെ കണ്ടിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞിരിക്കുന്ന കമലഹാസന്റെ തഗ് ലൈഫ്. കാത്തിരിക്കുക കൂടുതൽ വാർത്തകൾക്ക്.